ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്റ്റഫർ മാർലോയുടെ ഒരു പ്ലേ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന പ്ലേ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് പാർട്ട് 2 ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ആം കട്ട് ചെയ്തിട്ട് ആമിന്ന് ബ്ലഡ് എടുത്തിട്ട് ഡോക്യുമെൻ്റ് എഴുതാന്നുള്ളൊരു സന്ദർഭത്തിലായിരുന്നു. ആ ടൈമിൽ ഹോമോഫ്യൂജി എന്നുള്ള ഒരു വേർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രീ മാൻ, അതായത് അത് ഒരു ക്ലൂ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് അത്ര ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ ഫോസ്റ്റേഴ്സ് എന്താണ് മെഫിസ്റ്റോഫ്ലെസിനോട് എന്ത് പറയുന്നുണ്ട്, ഒരു ഭാര്യയെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡെവിൽ, അതായത് മെഫിസ്റ്റോഫ്ലെസ് അതിനോട് എഗെയിൻസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഈ കല്യാണം എന്ന് പറയുന്നത് ദൈവം അംഗീകരിച്ച ഒരു മംഗളകർമ്മമാണ്. അപ്പോൾ അതിന് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. അത് ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നെ അതിന് പകരമായിട്ട് ഈ മെഫിസ്റ്റോഫ്ലെസ് അദ്ദേഹത്തിന് ഒരു ബുക്ക് കൊടുക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫ്ലെസിനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ആസ്ട്രോണമിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷേ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. റിഫ്യൂസസ് ടു ടെൽ ഹിം ഹൂ ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു സേ ഗോഡ്സ് നെയിം. ദൈവത്തിൻ്റെ പേര് പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മെഫിസ്റ്റോഫ്ലെസ് അതിന് എഗെയിൻസ്റ്റ് ആവുകയാണ്, അതിനെ റെഫ്യൂസ് ചെയ്തു പറയുന്നതിനോട്. അങ്ങനെ ഫോസ്റ്റേഴ്സിന് ഡൗട്ട് വരുന്നുണ്ട്, താൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള വേ ആയോ, അതായത് റോങ് ആയിട്ടുള്ള ഒരു വഴിയാണോ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഫോസ്റ്റേഴ്സിന് ഒരു ഡൗട്ട് വരുന്നുണ്ട്. പക്ഷേ മെഫിസ്റ്റോഫ്ലെസ് പറയുന്നുണ്ട് അദ്ദേഹം ലൂസിഫർ അല്ലെ, അവരുടെ ബോസായിട്ടുള്ള ലൂസിഫറിനെ വിളിച്ചിട്ട്, അതുപോലെ ലൂസിഫറിനെയും മറ്റൊരു ഡെവിലായിട്ടുള്ള ബീൽസെബൂബിനെയും വിളിച്ചിട്ട്, അതായത് ഫോസ്റ്റേഴ്സിനെ റിപ്പൻറ്റ് ചെയ്യുന്നതിൽ നിന്നും ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അതായത് റിപ്പൻറ്റ് ചെയ്യാത്ത രീതിയിൽ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫോസ്റ്റേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഡെഡ്ലി സിൻസ് എന്നൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ബൈബിളിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്യണം, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ലൂസിഫർ ഫോസ്റ്റേഴ്സിനോട് പറയാണ്. അടുത്ത് പറയുന്നത് എന്താണ്, ഡെവിൽസ് ഫോസ്റ്റേഴ്സിനെ ഒരു റൈഡ് കൊണ്ടുപോവാണ്, ഫ്ലൈയിങ് ചാരിയറ്റിൽ കൊണ്ടുപോവാണ്. എന്നിട്ട് റോമിൽ ലാൻഡ് ചെയ്യാണ്. അതായത് ഹി ലാൻഡ്സ് ഇൻ റോം, പോപ്സ് കോർട്ടാണ് കേട്ടോ അത്. അവിടെ പോപ്പ് കോർട്ടിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഫിസ്റ്റോഫ്ലെസിനെ അവർക്ക് മറ്റുള്ളവർ, അതായത് ഇവർ ഫോസ്റ്റേഴ്സിനെയും മെഫിസ്റ്റോഫ്ലെസിനെയും ആർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ അതായത് മെഫിസ്റ്റോഫ്ലെസ് മേക്സ് ഫോസ്റ്റേഴ്സ് ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പ്രാങ്ക്സും ട്രിക്സൊക്കെ അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അതായത് അവിടെ പോപ്പിനെ എന്താണ് സൽക്കരിക്കുന്നുണ്ട്, വിരുന്നിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ട്രിക്സ് അവർക്ക് കാണിക്കാനുണ്ട്. ഫുഡ് സ്റ്റീലിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടുത്തെ അയാളുടെ പോപ്പിൻ്റെ ചെവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോക്സിങ് നടത്തുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ആയേ പറ്റും. പിന്നെ അവിടെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് റോമൻസിൻ്റെ തടവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രൂണോ ഉണ്ട്, ഒരു ജർമ്മൻ പേഴ്സണാണ് ബ്രൂണോ. അദ്ദേഹത്തെ അവിടെ നിന്ന് ഫോസ്റ്റേഴ്സ് ഫ്രീ ആക്കുകയാണ്. അതായത് അവിടെ നിന്ന് ബ്രൂണോയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ജർമ്മൻ ആയിട്ടുള്ള ബ്രൂണോയെ റോമൻസിൻ്റെ കയ്യിലായിരുന്നു തടവിലായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫോസ്റ്റേഴ്സ് ബ്രൂണോയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു മാജിക്കൽ ഹൗസിൻ്റെ പുറത്ത് കയറ്റിയിട്ട് അവനെ ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്. പിന്നീട് ഫോസ്റ്റേഴ്സും മെഫിസ്റ്റോഫ്ലെസൊക്കെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഫോസ്റ്റേഴ്സിനെ അന്നത്തെ ജർമ്മൻ എംപറർ ആയിട്ടുള്ള ചാൾസ് അഞ്ചാമന് മാൻഷനിലേക്ക്, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചാൾസ് അഞ്ചാമൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു മരിച്ചു പോയിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയും സഹധർമ്മിനെയും അവിടെ അപ്പിയർ ആക്കാൻ പറയുന്നുണ്ട്, പ്രത്യക്ഷമാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോസ്റ്റേഴ്സ് തൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ അവിടെ അപ്പിയർ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ പ്രശംസയും അതുപോലെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബെൻവോലിയോ എന്ന് പറയുന്ന ഒരു പ്രഭു ഉണ്ട്, ഒരു നൈറ്റ്. അദ്ദേഹത്തിന് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഫേക്കാണ്, തട്ടിപ്പാണെന്നൊക്കെ വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വാദിച്ചപ്പോൾ ഇതൊന്നും ഫോസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. ഫോസ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഇതിന് പ്രതികാരമായിട്ട് ഫോസ്റ്റേഴ്സ് ബെൻവോലിയോൻ്റെ തലയിൽ
ഈ പുല്ല് അതുപോലെ കൊമ്പ് അതൊക്കെ മുളപ്പിക്കുകയാണ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് വാൻ ഹോൾട്ടിൻ്റെ ആവശ്യപ്രകാരം ഫോസ്റ്റേഴ്സ് വാൻ ഹോൾട്ടിൻ്റെ വൈഫിന് എന്താണ് ഗ്രേപ്സ് എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭമൊക്കെ പറയുന്നുണ്ട്. അന്ന് അത്ര ഗ്രേപ്സിൻ്റെ സീസൺ ഒന്നുമല്ല എങ്കിൽ കൂടി അത് എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭം കൂടി പറയുന്നുണ്ട്. പിന്നെ 24 വർഷം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്റ്റേഴ്സ് തൻ്റെ വെൽത്തൊക്കെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറിന് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതായത് നൽകുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ടുള്ള ഓൾഡ് മാനൊക്കെ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫോസ്റ്റേഴ്സിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ ആ ഡെവിൽ മെഫിസ്റ്റോഫലസ് അതിൽ നിന്ന് ഫോസ്റ്റേഴ്സിനെ പിന്തിരിപ്പിക്കുകയും ഡാർക്ക്നെസ്, അതായത് മാജിക്കിൻ്റെ ഡാർക്ക്നെസ് വേസിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെയും ഫോസ്റ്റേഴ്സ് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഫോസ്റ്റേഴ്സിന് എത്ര കഴിവുണ്ടായിട്ടും കൂടി ഫോസ്റ്റേഴ്സ് ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാനോ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഫോസ്റ്റേഴ്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഡെവിലിൻ്റെ മാർഗത്തിലൂടെയായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫോസ്റ്റേഴ്സിൻ്റെ അവസാന സമയം എത്തിച്ചേർന്നിട്ടുണ്ട്. ഫോസ്റ്റേഴ്സിന് ആകെ തിരിച്ചു വരണമെന്നുണ്ട്, പക്ഷേ ഇനി ടൈമില്ലല്ലോ, ഒരിക്കലും ഇനി ടൈമില്ല ഫോസ്റ്റേഴ്സിന്. മെഫിസ്റ്റോഫലസിനോട് കാല് പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു തരണം എന്നൊക്കെ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫലസിനോട് പറയുന്നുണ്ട്. പക്ഷേ മെഫിസ്റ്റോഫലസ് ഇതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നിമിഷം എത്തിയപ്പോൾ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫലസിനോട് പറഞ്ഞിട്ട് ഹെലൻ ഓഫ് ട്രോയിയെ അപ്പിയർ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ മെഫിസ്റ്റോഫലസ് ഹെലനിനെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഫോസ്റ്റേഴ്സിന് ഹെലനിനോട് ഇഷ്ടം തോന്നുകയാണ്. കാരണം ജീവിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഫോസ്റ്റേഴ്സിൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ സ്കോളേഴ്സിനോടൊക്കെ എന്തായിരിക്കും യാത്രയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുക. അങ്ങനെ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് മെഫിസ്റ്റോഫലസ് എൻ്റെ കാലൊക്കെ പിടിച്ച് പറയുമ്പോൾ എനിക്ക് ജീവിക്കണം, എനിക്ക് ഹെലനെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നൊക്കെ പറയും. പക്ഷെ മെഫിസ്റ്റോഫലസ് ഇത് കൊടുക്കില്ല, ഇനിയൊരു അവസരം കൊടുക്കില്ല. ലാസ്റ്റ് മൊമെൻ്റായി 12 മണിക്ക് എന്താവും, മെഫിസ്റ്റോഫലസ് അവരുടെ ആളുകൾ വന്ന് എന്ത് ചെയ്യും, ഫോസ്റ്റേഴ്സിനെ നരകത്തിലേക്ക് ഫോസ്റ്റേഴ്സിൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് വിളിക്കും. അങ്ങനെ കൃത്യം 12 മണിയായപ്പോൾ അതായത് ഡെവിൽസ് വന്നിട്ട് എന്ത് സംഭവിക്കും, ഫോസ്റ്റേഴ്സിൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഫോസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് ടൈം മൊമെൻ്റൊക്കെ കഴിഞ്ഞ് ഫോസ്റ്റേഴ്സിനെ നരകത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു, ഫോസ്റ്റേഴ്സിൻ്റെ സ്റ്റുഡൻസിന് കുതിരയുടെ ഹോഴ്സ് ഡ്രങ്ങിൽ നിന്നാണ്, അതായത് കുതിരാലയത്തിൽ നിന്നാണ് ഫോസ്റ്റേഴ്സിൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും പീസായിട്ടായിരുന്നു ബോഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ വില്ലേജിൽ ബുറീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന പ്ലേയുടെ, ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന പ്ലേയുടെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഥ, ഞാനിതൊന്ന് ചെറുതായിട്ട് ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.